നമസ്കാരം. താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു ഇന്നലെ. കഴിഞ്ഞ ദിവസത്തൊക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് യോഗവുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിന് 5 ലക്ഷം രൂപ വക മാറ്റി ഡിന്നർ നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ജോയ് മാത്യു എനിക്ക് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞു, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് യോഗം. അതോടൊപ്പം തന്നെ ഫോണും ഇത്രയും നാളും മൈജി ആയിരുന്നു താരസംഘടന അമ്മയായി സഹകരിച്ചു പോയിരുന്നത്. അവരെ മാറ്റി മറ്റൊരു സ്ഥാപനം ഓക്സിജനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന കൈക്കൂലിയായിട്ട് 17 ഫോണും 4 ലാപ്ടോപ്പും ഒക്കെയാണ് വാങ്ങിയത്. അതും ഞാൻ വാർത്ത പുറത്തുവിട്ടു. അതും സത്യമാണെന്ന് ജോയ് മാത്യു എൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച. വലിയ രീതിയിൽ ചർച്ച നടന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ജോയ് മാത്യുവും പിള്ളേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഇതിൽ ഇപ്പം 10 പേരോളം പ്രതിപക്ഷത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ 10 പേരോളം പ്രതിപക്ഷത്തിൽ, ഇവർ ചെയ്യുന്ന ഏകാധിപത്യമായ നടപടിക്കെതിരെ 10 പേരോളം പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി ഇന്നലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ഫിലിം ഫെസ്റ്റിവലിന് 5 ലക്ഷം രൂപ വക മാറ്റി ചിലവാക്കിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് അന്നും എതിർത്തവരുണ്ട്. പക്ഷേ അന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചത്. ചാരിറ്റിയാണ്, ചാരിറ്റി ഇതൊക്കെ ചെയ്യണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമ്മിറ്റിയിൽ പാസ്സാക്കിയെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നീട് ആ കമ്മിറ്റി അംഗങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ചിലവാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 25 വർഷമായിട്ട് ഇത്തരമൊരു പ്രവൃത്തി താരസംഘടന അമ്മ ചെയ്യുന്നില്ല ഫിലിം ഫെസ്റ്റിവലിന്. അതിനു മുമ്പ് ചെയ്തിരുന്നു. അത് ഫെബ്കെയും എല്ലാവരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇന്നസെൻ്റ് വന്നതിന് ശേഷം അങ്ങനെ ചെയ്യരുത്, അത് ചാരിറ്റിയാണ്, ചെയ്യാൻ പാടില്ല, ചാരിറ്റി സംഘടനയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവം ഇത്തവണ അത് മന്ത്രി സജി ചെറിയാൻ വാക്ക് കൊടുത്തതാണ് എന്നും പറഞ്ഞ് കുക്കു പരമേശ്വരൻ എന്ന് പറയുകയും അതിനുശേഷം ഇത് 5 ലക്ഷം രൂപ വക മാറ്റി എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെയാണ് വലിയ രൂക്ഷമായ വിമർശനമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അപ്പോൾ ലാസ്റ്റ് മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം പറഞ്ഞു, ഏക്കാലും ഇത് തീർന്നതല്ലോ, ഭക്ഷണം കഴിച്ചു പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ജോയ് മാത്യു പറഞ്ഞേറ്റവും തിന്നതാണ് ശരിയല്ലാത്ത, തിന്നത് അമ്മയുടെ പൈസയാണ്. അമ്മയിൽ പല ആളുകളും തൊണ്ട പൊട്ടിയും സ്റ്റേജ് ഡാൻസ് ചെയ്തും പെർഫോം ചെയ്തും ഉണ്ടാക്കി വെച്ച പൈസ ഇത്രയും 7 മാസത്തോളമായി തോന്നുന്നു. 7 മാസത്തോളം ഇന്ന് വരെ താരസംഘടന അമ്മയ്ക്ക് ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയാത്ത ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച പൈസ എടുത്ത് ചിലവാക്കിയാണ് ഈ ധൂർത്ത് നടത്തിയത്. ഇതിനാണ് എതിർ ശബ്ദം ഉയർന്നിരിക്കുന്നത്. എതിർ ശബ്ദം ശക്തമായി ഉയർന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ പൈസ തന്നേക്കാം. അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ തന്നേക്കാം, പ്രശ്നങ്ങൾ തീർക്ക്. എങ്കിലും എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിലും എന്നുള്ള സംസാരം വന്നപ്പോൾ മെമ്പർ സിജോ വർഗീസ് വലിയ രീതിയിൽ പൊട്ടിത്തെറിയുണ്ടായി. സിജോ ഗംഭീരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് കിട്ടുന്നത്. എന്തെങ്കിലും കുക്കു പരമേശ്വരൻ എടുത്ത് വയ്ക്കുമ്പോൾ, സെക്രട്ടറി എടുത്ത് വയ്ക്കുമ്പോൾ അതിന് മറുപടിയായി വരുന്നത് നീന കുറുപ്പായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത് വിവരം. അപ്പോൾ അതിനെതിരെയും സിജോ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് സെക്രട്ടറിയുടെ അടുത്താണ്, അതിന് മറുപടി പറയേണ്ട കാര്യമില്ല, സെക്രട്ടറി മറുപടി പറയട്ടെ എന്ന രീതിക്കാണ് സിജോ വർഗീസ് നിന്നത്. അത് സിജോ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് ബയലോ പഠിച്ച് അവതരിപ്പിച്ച പോലെ. മറ്റുള്ളവരൊക്കെ ബയലോ പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ സിജോ ബയലോ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് സംസാരിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. ഇന്നലെ സംഘടന അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തി ബയലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം. 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട സമയം 2.5 മണിക്കൂർ എടുത്ത് ബയലോയിലെ കാര്യങ്ങൾ അഡ്വക്കേറ്റിനെ കുറ്റം പറയാം, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. ഇത്ര നാളില്ലാത്തൊരു ശീലമാണ് കേട്ടോ അഡ്വക്കേറ്റിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലേക്ക്. അതിൽ ഈ വൈസ് പ്രസിഡന്റുമാർക്ക് സ്ഥാനമില്ല, ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ നടക്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ആ അഡ്വക്കേറ്റിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് പ്രസിഡന്റും സെക്രട്ടറിയുമാണ് എല്ലാം ഇതിൻ്റെ അതോറിറ്റി. കൃത്യമായിട്ട് പറഞ്ഞാൽ ബൈലോയിൽ സെക്രട്ടറിക്കാണ് അധികാരം, ജനറൽ സെക്രട്ടറിക്ക് തന്നെയാണ് അധികാരം, ജനറൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്നിരുന്നു. ഇവൾക്കാന്ന് വെച്ചാൽ പാണ്ഡ എന്ന് പറഞ്ഞ പോലെ ട്രഷറിന് ഒരു സ്ഥാനവുമില്ല. ട്രഷർ എന്ന് പറയുന്ന ആൾ സെക്രട്ടറി പറഞ്ഞ ആൾക്ക് ചെക്ക് ഇട്ട് കൊടുക്കുക, അത്ര ഒരു സ്ഥാനമുള്ളൂ. ട്രഷറിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല എന്ന രീതിയിലേക്കും അഡ്വക്കേറ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഈ പറഞ്ഞത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന നിലയിലേക്ക് തന്നെ പോയി. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ വിവാദം വലിയ രീതിയിൽ കത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര നാളും അമ്മയുമായിട്ട് സഹകരിച്ചു പോയ ഒരു മെയിൻ ബ്രാൻഡിനെ മാറ്റി മറ്റൊരു ബ്രാൻഡിനെ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് ഡിജിറ്റൽ പാർട്ട്ണർ എന്നൊരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് ഈ അമ്മയുടെ കൂടെ നിന്നപ്പോൾ പോലും ഇല്ലാത്ത രീതിയാണ്. ഡിജിറ്റൽ പാർട്ട്ണറാണ് ഇവരെന്നും പറഞ്ഞ് അത് എക്സിക്യൂട്ടീവ് യോഗത്തിലൊന്നും പാസ്സാക്കാതെ എടുത്ത തീരുമാനമാണ്. മെയിൽ അയച്ച് സാക്ഷനാക്കി അതിനുശേഷം വാർത്ത വന്നതിന് ശേഷം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വരെ അറിയുന്നത് ഇത്രയും ഫോൺ കിട്ടുന്നത്. ആ ഫോൺ അവിടെ കൊണ്ട് കൊടുക്കുകയും, ഫോൺ എൻ്റെ അറിവിൽ
ടിനി ടോമും കൈലാഷും സിജോ വർഗീസും ഉൾപ്പെടെ ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർ ഫോൺ വാങ്ങാത്ത വേറെ ആളുകളുണ്ട്, ഫോൺ വാങ്ങാത്ത ആളുകളുണ്ട്. അതിൽ മിക്ക ആളുകളും ഇത് കൈക്കൂലിയായി എന്ന് മനസ്സിലായപ്പം ഫോൺ വാങ്ങിയില്ല. കൈക്കൂലി കൊടുത്ത് സാധിക്കുന്നതാണല്ലോ ഈ ഫോൺ തരുന്നത്, അല്ലാതെ താരസംഘടന അമ്മയ്ക്ക് വേണ്ടിയല്ലോ. ആ ഫോൺ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ഫോണുള്ളവർക്ക് ഇനി എന്തിനാ ഫോൺ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കി. കൈക്കൂലിയാണ്, ശരിക്കും പറഞ്ഞാൽ കൈക്കൂലിയാണ്. മറ്റൊരു സ്ഥാപനം അമ്മയിലേക്ക് കയറുന്നതിന് കൈക്കൂലി കൊടുത്തു എന്ന് വേണം പറയാൻ. അത് വാങ്ങാത്ത ആളുകളുണ്ട്. വാങ്ങിയ ആളുടെ പേര് സഹിതത്തോടെ എഴുതി വെച്ച് ഒപ്പ് വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്പ് വെച്ചാണ് ഫോൺ വാങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു അല്പത്തരമായിട്ട് തന്നെ നമ്മൾ കാണണം. എന്തിനും കൊളാബ് എന്ന നിലയിലേക്ക് പോകുന്നു. കൊളാബ് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വെളുക്കാന്ന് വെച്ചാൽ പാണ്ടാന്ന് പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധികാരം അത് വലിയ അധികാരമാണ്. അവർ പാസ്സാക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവരുടെ അറിവോടുകൂടി ചെയ്യണമെന്നായിരുന്നു ബൈലോയിലുള്ളതെന്നും ഇന്നലെ അഡ്വക്കേറ്റ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പറഞ്ഞത്, ഈ ഡിന്നർ നടത്തിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചകൾ. ഡിന്നർ നടത്താനുള്ള കാരണം അത് അമ്മയെന്ന് ഗൂഗിളിൽ അടിച്ചു വയ്ക്കാൽ വളരെ മോശമായാണ് അമ്മയുടെ ഇത് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളും പെണ്ണുപിടി എന്നൊക്കെ രീതിക്കുള്ള ഗൂഗിളിൽ അടിക്കുമ്പോൾ വരുന്ന അമ്മയ്ക്ക് അത്രയ്ക്കും പേര് ദോഷമാണ് എന്ന് നിലവിലെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. അത് വലിയ വിവാദമാണ്, വലിയ മോശം പ്രവണതയാണ്. അങ്ങനെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മോശമാണ്. അതൊക്കെ മീൻസിന് എഴുതി ചേർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ സെക്രട്ടറി പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ആ പേര് ദോഷം മാറ്റാൻ വേണ്ടിയാണ് ഡിന്നർ നൽകിയത്. അപ്പം ഇതിന് ഇത്രയേ വർഷങ്ങളായിരുന്നു പോയ കമ്മിറ്റി അംഗങ്ങളെല്ലാം വിമർശിക്കുന്ന നിലയിലേക്ക് ഒരു പ്രസ്താവനയാണ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് മോശം പ്രവണത, അത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. അംഗങ്ങളുടെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനറൽ കുടുംബസംഗമത്തിനാണെന്നോ ജനറൽ ബോഡിക്കാണോ അതിന് 25,000 രൂപ എഴുതിയെടുത്തു. അത് കൂടാതെ 25,000 രൂപ വാങ്ങിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കണക്കുകൾ അവതരിപ്പിക്കുന്നത് 2 മാസത്തെ കണക്കുകൾ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 10 വർഷത്തെ കണക്കുകൾ അവതരിപ്പിക്കണം. അതിനുള്ളൊരു ഓഡിറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അമ്മ നിലവിൽ ചെയ്തു വെച്ചിരുന്ന നല്ല പ്രവർത്തികൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെറിയ വിവാദം എന്ന് പറയുന്ന വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അമ്മയുടെ പണമെടുത്ത് താരസംഘടന അമ്മയിൽ ഈ അധ്വാനിച്ചുണ്ടാക്കിയ പണമെടുത്ത് ദൂർത്തടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെയാണ് ഡിന്നറിനെ കാണുന്നത്, ഡിന്നർ നടത്തിയതിനെ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കുടുംബസംഗമം നടത്തണം എന്നുള്ള കാര്യത്തിലേക്ക് വീഴ്ച, അതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടില്ല. ഒരു കാര്യവും ചർച്ച നടത്താതെയാണ് പിരിയുന്നത്. അത് പ്രസിഡന്റും സെക്രട്ടറിയും എന്തൊക്കെ പറയുന്നു ആ രീതിക്ക് പോകുന്നു. അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്തതില്ല. അവർ പറയുന്നതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗവും പ്രതിപക്ഷത്തിലായി മാറിയിരിക്കുന്നു. അത് ജോയ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ സിജോയും ടിനി ടോമും കൈലാഷും ഇവരെല്ലാം ഉൾപ്പെടുന്ന, ലക്ഷ്മിപ്രിയ എല്ലാം ഉൾപ്പെടുന്ന ഒരു ടീം വലിയ രീതിയിൽ ഉടലെടുത്ത് കാര്യങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം രീതികൾ വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. മെമ്മറി കാർഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മെമ്മറി കാർഡിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലെ അത് അവതരിപ്പിച്ചിട്ടില്ല. അടുത്ത ദിവസം തന്നെ അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ദേവൻ ഉൾപ്പെടെയുള്ളവർ എത്താത്തത് കൊണ്ടാണ് അത് അവതരിപ്പിക്കാത്തതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കുടുംബസംഗമം നടക്കുന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതായി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഈ അമ്മ സംഘടനയെ നല്ല പ്രവൃത്തി ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതു. കഴിഞ്ഞ ഓണത്തിന് കിറ്റുകൾ നൽകി, അത് നല്ല പ്രവൃത്തിയായി കാണണം. ഇത്തവണ ക്രിസ്മസ് കേക്ക് നൽകിയിരുന്നു കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ കേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് ഭൂരിഭാഗം ആളുകളുടെയും വീടുകളിൽ കേക്ക് എത്തിച്ചു. വിരലുണ്ടാവുന്ന ആരുടെയും വീട്ടിൽ എത്തിച്ചിട്ടില്ലെങ്കിലേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും വീട്ടിൽ കേക്ക് എത്തിച്ചു. അത് ആ കമ്മിറ്റി, അത് കൈലാഷിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കൃത്യമായി ഏറ്റു. അതിന് 1 രൂപ പോലും താരസംഘടന അമ്മയ്ക്ക് ചിലവായിട്ടില്ല. കേക്ക് എത്തിക്കണേന്നൊരു ചിലവുണ്ട്, അതുപോലും ചിലവാകാതെയാണ് ആ കേക്ക് എന്ന പദ്ധതി വിജയിപ്പിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ ഓണസദ്യയുമായി ബന്ധപ്പെട്ട് നിസാര പൈസ, ഓണ കിറ്റ് വിതരണം ചെയ്തത് നിസാര പൈസയാണ് അമ്മയ്ക്കത്. അത് സർട്ടിഫിക്കറ്റ് എന്തോ കാര്യങ്ങൾ ആ സ്പോൺസർമാർക്ക് കൊടുക്കുന്നത് പൈസ ചിലവായുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇത്രയും ദൂർത്ത് ഈ സംഘടനയിലെ തലപ്പത്തിരിക്കുന്നത് നടത്തുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഭൂരിഭാഗം പോകുന്നതും അണികളും പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയിലെ മെമ്പർമാരും പോകുന്നത് ഇൻഷുറൻസ് പൈസ കൊടുക്കാണ്ട് അത് കൊടുത്തിട്ടില്ല. ഈ ട്രഷറിൻ്റെ സാധനം ചെക്ക് ഒപ്പിടലും മാത്രമാണ്. ട്രഷറിന് ഒരു റൂം വരെ കൊടുത്ത് അതിൽ ക്യാബിൻ വരെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ചരിത്രത്തിൽ, അമ്മയുടെ ചരിത്രത്തിൽ ട്രഷറിന് ഒരു ക്യാബിൻ കിട്ടിയിട്ടില്ല. ആ ക്യാബിൻ വരെ നൽകിക്കൊണ്ട് ട്രഷറിൻ്റെ പ്രവർത്തനം പോകുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ചെക്ക് ഒപ്പിടാൻ പറഞ്ഞാൽ പോലും ഒപ്പിട്ട് കൊടുത്തില്ല. ഇട്ട ചെക്ക് മടങ്ങിയ ചരിത്രം വരെ ഉണ്ടായി. അതുവരെ തെറ്റായ രീതിയിലേക്ക് പോയ സംഭവം ഉണ്ടായി. എന്തായാലും താരസംഘടന അമ്മ നല്ല പ്രവർത്തികൾ ചെയ്യണം. ഇതിന് മുമ്പ് പൂർവാധികന്മാർ നല്ല പ്രവർത്തി ചെയ്ത് അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി വെച്ച ഫണ്ട്
നിങ്ങൾ നശിപ്പിക്കരുത്. അത് പാവങ്ങൾക്കുള്ള ഫണ്ടാണ്. എത്രയോ ആളുകൾക്ക് കൈനീട്ടം എത്തുന്നു, എത്രയോ ആളുകൾക്ക് മരുന്ന് പദ്ധതി എത്തുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കാതെ ഉണ്ടാക്കി വെച്ച പൈസ ദൂർത്തടിച്ച് മുത്തങ്ങായിൽ പോയി നല്ല പ്രവൃത്തി കാഴ്ചവെച്ചു. ഇല്ലാന്ന് പക്ഷേ മുത്തങ്ങായിൽ പോയിട്ട് ബിരിയാണി കഴിച്ച് മടങ്ങുകയല്ല ചെയ്യേണ്ടത്. അവിടെ കുട്ടികൾക്ക്, ആദിവാസി കുട്ടികൾക്ക് പുസ്തകമോ പഠനത്തിനുള്ള എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കണമായിരുന്നു. അല്ലാതെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ റിസോർട്ടിൻ്റെ കൊളാബ് പിടിച്ച് അതിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തേക്കണവരാണ് ഇവർ. അല്ലാതെ അമ്മയുടെ പരിപാടിക്ക് പോയിട്ട് കൊളാബ് കിട്ടും, ഓക്കെ, കൊളാബ് കിട്ടി, ആ കാര്യങ്ങൾ കൊളാബ് ചെയ്തിട്ട് സമൂഹത്തിൽ കൊണ്ടുവരുന്നല്ലാതെ അവിടെ ഒരു പുസ്തകവും പാഠപുസ്തകവും പോലും വിതരണം ചെയ്യാതെ, അതൊക്കെയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ പോയി ബിരിയാണി കൊടുത്തതുകൊണ്ട് ചാരിറ്റി ആകുന്നില്ല എന്നും കൂടെ ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും അമ്മ എന്നും നല്ല പ്രവൃത്തി ചെയ്യുള്ളൂ. അമ്മയായിട്ട് തന്നെ നിൽക്കണം. പിന്നെ എപ്പോഴും പറയുന്നുണ്ട് സ്ത്രീവിരുദ്ധതയാണ് ഈ മറ്റുള്ള അംഗങ്ങൾക്ക് എന്ന് പറയുന്നു എന്നൊരു സംസാരം എക്സിക്യൂട്ടീവ്. എന്ത് സ്ത്രീവിരുദ്ധതയാണെന്ന് ഷിജോ ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചു. ഒരു സ്ത്രീവിരുദ്ധതയുമല്ല. സ്ത്രീകൾ ഇവിടെയും അവിടെയുണ്ട്. ഇവിടെ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ താരസംഘടന മുന്നോട്ട് പോകുന്നതെന്ന് ഷിജോ കൃത്യമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞാലും സ്ത്രീകളായതുകൊണ്ടാണ് നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് എന്ന് പറയുന്നു. പക്ഷേ സ്ത്രീകൾ ഇവിടെയുണ്ട്, പ്രതിപക്ഷത്തിലും സ്ത്രീകളുണ്ട്. അപ്പം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് അമ്മയെ കൊണ്ടുപോകുന്നതെന്ന് ഷിജോ കൃത്യമായിട്ട് പറഞ്ഞു. എന്തായാലും ഷിജോ വർഗീസും കൈലാഷും ടിനി ടോമും ജോയി മാത്യുവും ഉൾപ്പെടെ ഉള്ളവർ കൃത്യമായ നിലപാടിലെടുത്തുകൊണ്ട് ജയൻ ചേർത്തലെല്ലാം അത്ര നിലപാടിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് നേരത്തെ അവരോടൊപ്പം നിന്നവർ വരെ ഈ നിലപാടാണ് ശരിയെന്ന് കണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന നിലയിലേക്ക് പോകുന്നു. ഇപ്പുറം നിന്നവർ ചിലവർ അപ്പുറത്തേക്ക് പോകുന്ന നിലയും കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം. ഒരു കാരണം ഉറപ്പാണ്, താരസംഘടന അമ്മയെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ ഈ ഭരണസമിതിയിലുള്ളവർക്ക് കഴിയില്ല. അങ്ങനെ ആരെങ്കിലും അമ്മയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ഈ അമ്മയുടെ അംഗങ്ങളെല്ലാവരും ഒറ്റയടിക്ക് മുന്നോട്ട് വരും. അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അത് എല്ലാവരും ഈ വാർത്തകൾ അറിയുന്നത് കൊണ്ടാണ്, ഞാനൊരു വാർത്ത ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രേക്ഷകരും ഈ താരസംഘടന അമ്മയിലുള്ളവരും സിനിമാ മേഖലയിലുള്ളവരും അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് കൂടുതൽ വാർത്തകൾ വരുന്നതും ഞാൻ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.